വഖഫ് നൽകുന്നതിനോ അല്ലെങ്കിൽ വഖഫ് ആയി സ്വത്തുക്കൾ ദാനം ചെയ്യുന്നതിനോ ഒന്നും ഈ ബിൽ എതിരല്ല. അങ്ങനെ എതിരാണ് എന്ന് സമർത്ഥിക്കുന്നത് തെറ്റാണ്. ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള ഒരു ബില്ലാണ്. അവർ അള്ളാഹുവിനായി ദാനമായി കൊടുക്കുന്ന വഖഫ് ഭൂമി മറ്റു തരത്തിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് മാത്രമാണ് ഈ ഭേദഗതിയിലും ഉണ്ടായിരിക്കുന്നത്. ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ പലയിടങ്ങളിലും വഖഫായി കൊടുത്തിരിക്കുന്ന ഭൂമിയുടെ അവസ്ഥ എന്താണ്? കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അവിടെയൊക്കെ മദ്രസകളൊക്കെ ഉയരട്ടെ, മദ്രസകളും സ്കൂളുകളും അതുപോലെ തന്നെ ട്രെയിനിങ് സെന്റേഴ്സും ഒക്കെ ഉയരട്ടെ എന്നുള്ളതാണ് ഇതിൽ വെച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊവിഷൻ. ഇതിൽ ആരാധനാലയ നിയന്ത്രണമാണ് എന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആരാധനാലയങ്ങളെല്ലാം പിടിച്ചെടുക്കാനാണ്, ശിവലിംഗം തേടാൻ, അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. അതിനായിട്ടൊന്നുമുള്ള ഒരു ബില്ലല്ല ഇത് ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുന്നതിനായിട്ടുള്ള ഒരു ബില്ലല്ല, ആരാധനാലയങ്ങളുടെ നിയന്ത്രണത്തിനായിട്ടുള്ള ബില്ലല്ല. ഇത് വഖഫ് സ്വത്തുക്കളുടെ പരിപാലനത്തിനായിട്ടുള്ള പ്രോപ്പർ ഓഡിറ്റിംഗ് അടക്കം ഉറപ്പാക്കുന്നതിനായിട്ടുള്ള ട്രാൻസാക്ഷൻസ് സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യം.